പ്രേതത്തിനെയാ? എനിക്ക് രണ്ട് കുന്തത്തിനെയും വേണ്ട. പിന്നെ നിങ്ങൾ എന്തെന്നാ പ്രേതത്തിനാണോ ഭൂതത്തിനാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ കിന്നാരം പറയുന്നത്? അത് പ്രേതമായാലും ഭൂതമായാലും അത് നമ്മളെ കൊല്ലാനല്ലേ വരുന്നത്. എന്ത് ഭൂതമാണെങ്കിലും അത് അങ്ങനെ വരണ്ടായിരുന്നു. എങ്ങനെ വരണ്ടായിരുന്നു എന്ന്? അല്ല, വെറും ഈ വെള്ള സാരി എടുത്തിട്ടുള്ള പ്രേതത്തിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഈ ഭൂതത്തിനെ പോലത്തെ പ്രേതം വന്നാൽ അതിനെ കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ച് ചത്തുപോകും. അതെങ്ങനെ വന്നാലും നമ്മളെ കൊല്ലുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഈ പ്രേതം എന്തിനാ ജീവനുള്ള നമ്മളെ തന്നെ കൊല്ലുന്നേ? അതിന് മരിച്ച ആരെങ്കിലും പോയിട്ട് കൊന്നോറോ? ദയവ് ചെയ്ത് നിങ്ങൾ മണ്ടത്തരം പറയാണ്ടൊന്ന് നടന്നേ. നീ എവിടത്തേക്ക് നടക്കാനാ പറയുന്നത്? നടന്ന് മനുഷ്യന്റെ കാല് പൊട്ടി. നിന്റെ പറയൽ കേട്ടാൽ വിചാരിക്കും നമ്മളിപ്പോൾ വീട്ടിലേക്ക് അങ്ങ് എത്തുമെന്ന്. വീട്ടിലേക്കൊന്നും എത്തില്ല. പക്ഷെ നമുക്ക് നടന്ന് എവിടെയെങ്കിലും ഒന്ന് പോകാം. അത് തന്നെ, ഈ പ്രേതമില്ലാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മതിയായിരുന്നു. എന്തിനാ പോകുന്നത്? ഓടി തളരാനോ? അവിടെ പോയിട്ട് വേറെന്തിനെങ്കിലും കണ്ടിട്ട് അവിടുന്ന് ഓടണം. ഇങ്ങനെ ഓടി കളിക്കാന്നല്ലാതെ വേറൊന്നും നടക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിൽക്കാനാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾക്ക് വേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ പോട്. പക്ഷെ ഞാൻ വരുന്നില്ല. ഇനി പ്രേതമല്ല ഭൂതം വന്നാലടക്കം ഞാൻ ഇവിടെ നിന്നും എവിടെയും വരുന്നില്ല. നോക്കിയേ, നിങ്ങളുടെ പിറകിലെന്നാ? എന്താ? പ്രേതം! ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരിക്കും ഒന്നുമില്ലേ? ഇല്ല, ഞാൻ അവരെ പറ്റിക്കുവാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. വേഗം വാ, കുഞ്ഞാമിത്ത ഇപ്പോൾ ഓടി എവിടെയെങ്കിലും എത്തും. അയ്യേ, ചളി! ഹായ്, വെള്ളം! വാടാ, നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാം. അതിന് ഇവിടെ മുഴുവനും ചളിയാണ്. എന്നാൽ വാ, നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. ചളിയില്ലാത്ത ഭാഗം നോക്കി അവിടെ നിന്ന് കുടിക്കാം. എന്നാൽ വേഗം വാ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. ആഹാ, ഇന്ന് വെള്ളം കുടിച്ച് ഞാൻ മരിക്കും. ഇത് ശരിക്കും കുടിക്കുന്ന വെള്ളം തന്നെയാണോ? അല്ല, കുളിക്കുന്ന വെള്ളം. നീ ഒന്ന് പോടി അവിടുന്ന്. അതല്ലടാ, ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല, തിന്നാൻ പറ്റൂ. നീ എന്താ ചോദ്യമായിട്ട് ചോദിക്കുന്നത്? വെള്ളം കുടിക്കാനല്ലാതെ പിന്നെ തിന്നാനാണോ പറ്റുക? ഇവളുടെ ഒരു കാര്യം. ഇതിനെന്തോ ഒരു ചൊയ വ്യത്യാസമുണ്ടല്ലോ. അത് തന്നെയല്ലേ ഞാൻ മലയാളത്തിൽ ചോദിച്ചത്, ഇത് കുടിക്കാൻ പറ്റുമോ എന്ന്. അതെന്താ? ഇത് കാടല്ലേ, അപ്പോൾ കാട്ടിലുള്ള മൃഗങ്ങളൊക്കെ കുളിക്കുന്നതും കുടിക്കുന്നതും എല്ലാം ഈ വെള്ളം തന്നെയല്ലേ. അങ്ങോട്ട് മാറി നിന്നേ. പെണ്ണെ, നിനക്ക് മര്യാദയ്ക്ക് ആദ്യമേ അത് പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞില്ല, അപ്പോൾ നിങ്ങൾ കേൾക്കട്ടില്ലേ? ഇത് കുടിക്കാൻ പറ്റോ, തിന്നാൻ പറ്റോ, കുളിക്കാൻ പറ്റോ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാകുമോ? ഇനിയല്ല എന്നങ്ങ് പറഞ്ഞ. നിങ്ങളൊന്ന് നിർത്ത് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഈ കെട്ടവെള്ളം ഞാനല്ലേ കുടിച്ചത്. നിങ്ങൾ അറിയാതെ ആ കെട്ടവെള്ളം കുടിച്ച് ദാഹം മാറ്റിയില്ലേ? ഞങ്ങളോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കുടിച്ചോറോ. എന്ത്, ഈ കെട്ടവെള്ളമോ? അല്ലാതെ ഇവിടെ ജ്യൂസ് ഒന്നും ഇല്ലല്ലോ. ഇനി നിങ്ങൾ തമ്മിൽ അടികൂടണ്ട. എല്ലാവരും വാ, നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു നോക്കാം. അവിടെയും ഇത് തന്നെ ആയിരിക്കില്ലേ വെള്ളം ഉണ്ടാവുക? അല്ല, ഇത് ഒഴുക്കില്ലാത്ത വെള്ളമാണ്. അപ്പോൾ ഇത് വൃത്തിയുണ്ടാകില്ല. നല്ല ഒഴുക്കുള്ള വെള്ളം എത്ര കുടിച്ചാലും പ്രശ്നമില്ല. അപ്പോൾ ഈ ഒഴുക്കില്ലാത്ത വൃത്തികെട്ട വെള്ളമാണല്ലോ ഞാൻ കുടിച്ചത്. അവിടെ നടിയും കൂടി നിൽക്കാണ്ട് എല്ലാവരും വാ. ഡായിക്രൂ, ഞാൻ ഈ വൃത്തികെട്ട വെള്ളമാടാ കുടിച്ചത്. കിട്ടണം. പാവം ഞാന്. ഇവിടെ നല്ല വെള്ളമുണ്ട്. വേഗം വാ വാ, നോക്കിയേ, നല്ല ഒഴുക്കുള്ള വെള്ളം. ഈ വെള്ളം ധൈര്യത്തിൽ കുടിക്കാമെന്ന് തോന്നുന്നു. അതെ, ഇത് നല്ല ഒഴുക്കുള്ളത് കൊണ്ട് ഒരു വൃത്തികേടും ഉണ്ടാകില്ല. ഞാൻ ആദ്യം കുടിച്ചു നോക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാം. വേഗം കുടിക്ക്, എനിക്ക് ദാഹിക്കുന്നുണ്ട്. എനിക്കും. ഇത് നല്ല വെള്ളമാണെങ്കിലും കെട്ട വെള്ളമാണെങ്കിലും ഇത് തന്നെ ഞാൻ എന്തായാലും കുടിക്കും. ഇത് നല്ല വെള്ളമാണ്, ഒരു ചൊയ വ്യത്യാസവുമില്ല. ആണോ? എന്നാൽ നീ കുടിച്ചെങ്കിൽ എഴുന്നേൽക്ക്, ഞാൻ കുടിക്കട്ടെ. നീ കുടിച്ചോ? സൽമാനെ, ഫസ്റ്റ് ഞാൻ കുടിച്ചോട്ടെ. നീ ഒന്ന് പോടാ അവിടുന്ന്. ഇവിടെ മനുഷ്യന് ദാഹിച്ചിട്ട് കണ്ണു പോലും കാണുന്നില്ല. കണ്ണ് കാണാത്തത് കണ്ണട മര്യാദയ്ക്ക് തുടക്കേറ്റാ. നീ ഒന്ന് തുടച്ചു നോക്ക്. സൽമാനെ, പ്ലീസ്. നീ ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ കുടിച്ചിട്ട് നിനക്ക് കുടിക്കാം. ഞാൻ ഇപ്പറം നിന്ന് കുടിക്കും. ദാഹം കൊണ്ട് ഈ പിള്ളേരുടെ ഓരോരു കളി. നിങ്ങൾക്ക് എന്നെ നോക്കറോ? ഞാനൊരു ആക്രാന്തവും കാണിക്കുന്നില്ലല്ലോ. അത് നിങ്ങൾ നേരത്തെ അവിടെ നിന്നും അറിയാതെ കുറെ വൃത്തികെട്ട വെള്ളം കുടിച്ചു പോയില്ലേ, അതുകൊണ്ടാ നിങ്ങൾക്ക് ദാഹിക്കാത്തത്.
ഒന്ന് പൂടി അവിടുന്ന്. അത് വൃത്തികെട്ട വെള്ളമൊന്നും അല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകും. കാരണം ആനയും പോത്തും ഒക്കെ അവിടെ നിന്നല്ലേ കുളിക്കുന്നതും അപ്പിയിടുന്നതും ഒക്കെ. അയ്യേ, ആ വെള്ളത്തിൽ അപ്പിയിട്ടിട്ടുണ്ടാകുമോ? വെറുതെ ഇല്ല, ആ വെള്ളത്തിനൊരു വൃത്തികെട്ട മണവും ടേസ്റ്റും ഉണ്ടായത്. ആഹാ, നല്ല രുചിയുണ്ട്, നല്ല തണുപ്പുമുണ്ട്. അത് തന്നെ, വെള്ളം എത്ര കുടിച്ചിട്ട് മതിയാകുന്നില്ല. എന്നാൽ നിങ്ങളൊക്കെ ഒന്ന് മാറിയേ, ഞാനും ഒന്ന് കുടിക്കട്ടെ. മാറിത്തരാം, ആദ്യം ഞാനൊന്ന് കൈയും മുഖവും കഴുകട്ടെ. ഞാനും ശരിക്കും ഒന്ന് നീന്തി കുളിക്കുവാൻ പൂതിയാകുന്നുണ്ട്. അതിന് നിനക്ക് നീന്തമറിയാമോ ഡൈക്രൂ? ഇല്ല. അല്ലടാ, ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു സമാധാനമുണ്ടില്ലേ? ഇവിടെ നിൽക്കുമ്പോൾ ഈ വെള്ളത്തിന്റെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ആയിട്ട് നല്ലൊരു സമാധാനമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഇതൊരു പ്രേതത്തിന്റെ കാടാണെന്നുള്ളൊരു പേടിയേ ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് പറഞ്ഞോറോ, ഞാൻ പോയിട്ടൊന്ന് വെള്ളം കുടിച്ചോട്ടെ. ഓ, തിരക്കാക്കണ്ട കുഞ്ഞാമിത്ത, ഞാൻ ഈ മുഖമൊന്ന് കഴുകിക്കോട്ടെ. എന്നാലൊന്ന് വേഗം കഴുകി. മക്കളെ, നിങ്ങൾ എവിടെയാ പോയത്? സൽമാനെ, ഇക്രു. അയ്യോ കുഞ്ഞാമിത്ത, അവരെ പ്രേതം വെള്ളത്തിലേക്ക് താഴ്ത്തിയിട്ടു. എന്റെ മക്കളെ. സൽമാനെ, ഇക്രു, എടാ പ്രേതേ, നിനക്ക് എന്നെ കൊണ്ടുപോയിക്കൂടെ? എന്തിനാ എന്റെ മക്കളെ കൊണ്ടുപോയത്? എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ എവിടെയാ പോയത്? എന്റെ മക്കൾ എവിടെയാ പോയത്? ഈ അമ്മിനി, ആ പ്രേതം എന്തിനാടി ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ടുപോകുന്നത്? നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയാൽ പോരെ? അത് തന്നെ കുഞ്ഞാമിത്ത, സങ്കടം സഹിക്കാനാകുന്നില്ല. ഇനി നമ്മൾ രണ്ടുപേര് മാത്രമല്ലേ ബാക്കിയുള്ളൂ. എടാ പ്രേതേ, ഇന്ന ഞങ്ങളെയും കൂടെ കൂട്ടിക്കോ. എന്റെ പൊന്നു മോനെ ഇക്രു. കുഞ്ഞാമിത്ത, നമ്മൾ ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാടി? ആ പ്രേതം എന്തായാലും നമ്മളെയും കൊല്ലും. ഇല്ല കുഞ്ഞാമിത്ത, അതെന്നെ കൊല്ലില്ല. നിങ്ങളെയും കൂടി കൊന്നാൽ ഞാൻ പിന്നെ ഈ കാട്ടിൽ തനിച്ചാകും. ഈ പ്രേതം പെൺകുട്ടികളെ മാത്രം കൊല്ലില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നീ ഈ കാട്ടിൽ എങ്ങനെയാടി തനിച്ചു നിൽക്കുക? പ്രേതം മാത്രമേ കുഞ്ഞാമിത്ത എന്നെ കൊല്ലാണ്ട് നിൽക്കൂ. പക്ഷേ ഇവിടെയുള്ള മൃഗങ്ങൾ എന്നെ കണ്ടാൽ എന്തായാലും വെറുതെ വിടില്ല, കൊന്നുകളയും. എന്നാലും എന്റെ മക്കളെ. കരയുണ്ട കുഞ്ഞാമിത്ത, നമ്മളിപ്പോൾ മരിക്കും. പക്ഷെ നിങ്ങളും കൂടെ മരിച്ചാൽ ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട്. ആ പ്രേതത്തിന്റെ സൗണ്ട് അല്ലേ അത്? അതെ. എന്റെ പൊന്നു മക്കളെ കൊന്നിട്ട് നീ എവിടെ നിന്നിട്ടാടി ഇങ്ങനെ ചിരിക്കുന്നത്? ആ പ്രേതത്തിന്റെ സൗണ്ട് പോകുന്നില്ലല്ലോ. അത് ഇവിടെ തന്നെയുണ്ട്. അതിപ്പോൾ പിന്നെയും വരും. വരട്ടെ, എന്നിട്ട് കൊല്ലട്ടെ. കുഞ്ഞാമിത്ത, അങ്ങനെ പറയില്ലേ. അത് നിങ്ങളെ മാത്രമേ കൊല്ലൂ, എന്നെ കൊല്ലില്ല. നിങ്ങളെ കൂടെ കൊന്നാൽ പിന്നെ ഞാൻ ഈ കാട്ടിൽ തനിച്ചാകും. ഇല്ലടി, നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. അതെവിടെ പോയി? അതിനെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. അതുപോലെ തന്നെയുള്ള ഒരു ചിരിയും കക്കന്ന് പറഞ്ഞിട്ട്. എന്നാലും ആ പ്രേതം നമ്മുടെ ഇക്രുവിനെയും സൽമാനെയും വെള്ളത്തിലേക്ക് വലിച്ചിട്ടില്ലേ? പാവം എന്റെ മക്കള്. കുഞ്ഞാമിത്ത, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഇനിയും പ്രേതം വന്നാൽ അത് നിങ്ങളെ കൊല്ലും, എന്നെ കൊല്ലില്ല. അതുകൊണ്ട് പ്രേതം വരുന്നതിന് മുന്നേ നമുക്ക് വല്ല മൃഗത്തിന്റെ മുന്നിലും പോയി നിൽക്കാം. അതാണ് നല്ലത്. എന്നാൽ അത് നമ്മളെ രണ്ടുപേരെയും കൊല്ലും. അല്ലാതെ പ്രേതം വന്നാൽ അത് എന്നെ മാത്രമല്ലേ കൊല്ലൂ, നിന്നെ കൊല്ലില്ലല്ലോ. എന്നാ വാ, നമുക്ക് പോയിട്ട് മൃഗത്തിനെ കണ്ടുപിടിക്കാം. അല്ല, ഏത് മൃഗത്തിന്റെ അടുത്താണ് നമ്മൾ പോകേണ്ടത്? ഏതെങ്കിലും മൃഗത്തിന്റെ അടുത്ത് പോകാം. വല്ല ആനയോ? ആനയാ? അത് വേണ്ട, അത് വേണ്ട. ആന ചവിട്ടിയിട്ടല്ലേ കൊല്ലാന്. എന്നാൽ വല്ല സിംഹത്തിന്റെയോ പുലിന്റെയോ മുന്നിൽ പോയി നിൽക്കാം. സിംഹവും പുലിയും നമ്മളെ കടിച്ചു കീറുകയല്ല ചെയ്യുക. അതങ്ങനെയാണ് ചെയ്യുക. എന്റെ അമ്മോ, അത് വേണ്ട, അത് വേണ്ട, എന്നെ കടിച്ചു കീറണ്ട. എന്നാൽ വല്ല പോത്തിന്റെ മുന്നിലും പോയി നിൽക്കാം. പോത്ത് എന്ത് ചെയ്യുവാനാ? അത് നമ്മളെ കുത്തി തെറിപ്പിച്ച് കൊന്നുകളയും. എന്റെ അമ്മോ, അത് വേണ്ട, അത് വേണ്ട. എന്നാൽ
പിന്നെ വല്ല കരടിന്റെയും അടുത്ത് പോയാലോ? അത് വേണ്ട, കരടി നമ്മളെ മാന്തി ഇടിച്ച് പരത്തിയിട്ടാണ് കൊല്ലുക. ആ, പിന്നെ നിങ്ങൾക്ക് ഏത് മൃഗത്തിന്റെ അടുത്താണ് പോകേണ്ടത്? അതാ, അത് നമുക്ക് വല്ല അണ്ണാന്റെയോ മുയലിന്റെയോ അങ്ങനെ ഏതെങ്കിലും ഒരു ചെറിയ മൃഗത്തിന്റെ അടുത്ത് പോകാം. അല്ല, നിങ്ങൾ എന്തിനാ മൃഗത്തിന്റെ അടുത്ത് പോകുന്നത്? നിങ്ങളെ കൊല്ലാനാണോ അല്ലെങ്കിൽ ഇക്കിളിയാക്കാനാണോ? അത് പിന്നെ നമ്മളെ കൊല്ലുവാൻ തന്നെ. ഈ പീക്കിരി പോലത്തെ അണ്ണാനാ നിങ്ങളെ കൊല്ലുന്നത്? മര്യാദയ്ക്ക് വല്ല സിംഹത്തിന്റെ ആനയുടെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ. എടി, അത് നമ്മളെ കൊല്ലില്ലേ? പിന്നെ അത് നമ്മളെ കൊല്ലാൻ തന്നെയല്ലേ നമ്മൾ അതിന്റെ അടുത്തേക്ക് പോകുന്നത്? അല്ലടി, അത് പിന്നെ. എന്ത് പിന്നാന്ന്? നിങ്ങൾ വന്നേ. അണ്ണാനെ കൊണ്ട് കൊല്ലിപ്പിക്കാൻ നടക്കുന്നു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. സിംഹത്തിന്റെ അടുത്ത് പോകണ്ടേടി. നിങ്ങളൊന്ന് മിണ്ടാണ്ട് വന്നേ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. എന്ത് കേൾക്കാൻ? നിങ്ങൾ പറയുന്നത് വല്ല അണ്ണാന്റെ മുയലിന്റെ അടുത്തേക്ക് പോകാനല്ലേ? ഹേയ്, അതല്ല. പിന്നെന്താ? നമുക്ക് പൂച്ചയുടെ അടുത്ത് പോകാം. എന്ത്? പൂച്ചയില്ലേ? പൂച്ച, മാവു മാവു പൂച്ച. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട നിങ്ങള്. ഇവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് ഒരു പൂച്ചേനെയും കൂട്ടിയായിരുന്ന. നിങ്ങൾക്ക് മൃഗം കൊല്ലുന്നത് പേടിയാണെങ്കിൽ നിങ്ങളെ പ്രേതം തന്നെ കൊന്നോട്ടെ. അങ്ങനെ പറയില്ലടി. എന്നാൽ പിന്നെ വായും പൂട്ടിട്ട് വാ. ഇവിടെയൊക്കെ കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. ആടെ, ഇവിടെ എന്തോ കാര്യമായ മൃഗമുള്ള സ്ഥലം പോലെയുണ്ട്. എന്തായാലും ഇവിടെ മൃഗമുണ്ടാകും. മൃഗം മാത്രമല്ല, പ്രേതവും ഉണ്ടാകും. അതുപോലത്തെ ഒരു സ്ഥലമാണിത്. കുഞ്ഞാമിത്ത, വാ, നമുക്ക് കൈപിടിച്ച് നടക്കാം. അതെന്തെന്നാ സൗണ്ട് കേട്ടത്? ഏതോ ഒരു മൃഗമുണ്ട് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുന്നു. മെല്ലെ ചുറ്റില് നോക്ക്, ചിലപ്പോൾ അതിനെ കാണാൻ പറ്റും. എന്റെ അല്ലാ, അവിടെ അതൊരു സാധനം. എന്റെ അല്ലാ, ഇതിനെ കാണുമ്പോൾ തന്നെ പേടിയാകുന്നുണ്ടല്ലോ. കുഞ്ഞാമിത്ത, ഇതാണ് കരടി. എനിക്ക് പേടിയാകുന്നടി. പേടിക്കണ്ട കുഞ്ഞാമിത്ത, എന്തായാലും നമ്മൾ മരിക്കും. അത് ഈ കരടിയുടെ കൈകൊണ്ട് തന്നെ ആവട്ടെ. ഇല്ലടി, എനിക്ക് പറ്റില്ല. എനിക്ക് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ആകുന്നു. അത് നമ്മളെ കണ്ടു. അത് നമ്മളെ തന്നെ നോക്കുന്നുണ്ട്. അത് മെല്ലെ മെല്ലെ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ടാ? ഉണ്ടെന്നാ തോന്നുന്നത്. എനിക്കാവില്ലടി ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ. അതിനെ കാണുമ്പോൾ തന്നെ ഞാൻ തളർന്നു പോയിക്ക്. എനിക്ക് എന്തൊക്കെയോ ആകുന്നു. കുഞ്ഞാമിത്ത, എന്താ കുഞ്ഞാമിത്ത? എനിക്കെന്തോ തല കറങ്ങുന്നത് പോലെയുണ്ട്. കുഞ്ഞാമിത്ത, പേടിക്കണ്ട കുഞ്ഞാമിത്ത. നിങ്ങൾ പേടി മനസ്സിൽ കൊടുത്തിട്ടാണ് ഇങ്ങനെ ക്ഷീണമാകുന്നത്. അമ്മിണി, എനിക്കൊന്നിനും വയ്യ. എന്നെ ഇപ്പോൾ ആ കരടി കൊല്ലും. നീ കരടിയുടെ കൈകളിൽ നിന്നും കൊല്ലപ്പെടണ്ട. നീ വേറെ എവിടെയെങ്കിലും ഓടിപ്പോട്. ഇല്ല കുഞ്ഞാമിത്ത, ഇല്ല. ഞാൻ നിങ്ങളെ വിട്ട് എവിടെയും പോകില്ല. അയ്യോ, ആ കരടി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. കുഞ്ഞാമിത്ത തല ചുറ്റി വീണു. കുഞ്ഞാമിത്ത, 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 എഴുന്നേൽക്ക് കുഞ്ഞാമിത്ത. കുഞ്ഞാമിത്ത, എഴുന്നേൽക്ക് കുഞ്ഞാമിത്ത. കരടി, കരടി. ഇല്ല കുഞ്ഞാമിത്ത, നിങ്ങളുടെ പെരടിക്കൊന്നും പറ്റിയിട്ടില്ല. പെരടിയാ? എന്താ കുഞ്ഞാമിത്ത, ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? കുഞ്ഞാമി, സുലൈമാനിക്കാണോ നമ്മളെ ആ കാട്ടിൽ നിന്നും രക്ഷിച്ചത്? കാടോ? ഏത് കാട്? നീ എന്തൊക്കെയാടി കുഞ്ഞാമി പറയുന്നത്? എന്താ ഇവിടേക്ക് നടക്കുന്നത്? ഇപ്പോഴാ എനക്കൊന്ന് സമാധാനമായത്. അല്ല, നീ ഇവരെയൊക്കെ കണ്ടോ? പ്രേതം. അവര് പ്രേതമായിടേ, പ്രേതം. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഇതെന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞാമി, കുഞ്ഞാമി, സുലൈമാനിക്ക, അവര് പ്രേതമായി. സുലൈമാനിക്ക, പ്രേതം. എന്റെ കുഞ്ഞാമി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? സുലൈമാനിക്ക, ഞങ്ങൾ കാട്ടിൽ പെട്ടുപോയില്ലേ? ആ സമയത്ത് ഇവര് രണ്ടുപേരും മരിച്ചതാണ്. എന്റെ കുഞ്ഞാമി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? സുലൈമാനിക്ക, ശരിക്കും ഇവർ രണ്ടുപേരും മരിച്ചതാണ്. നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ലെങ്കിൽ ദാ ഈ അമ്മിണിയോട് ചോദിച്ചു നോക്ക്. എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ ഇത് ഏത് കാടിന്റെ കാര്യം പറയുന്നത്?
അപ്പോൾ ഇതൊക്കെ ഒരു സ്വപ്നമായിരുന്നോ? ശരിക്കും പറ, ഞാൻ എങ്ങനെയാ ഈ ഹോസ്പിറ്റലിൽ എത്തിയത്? എന്റെ ആന്റി, നമ്മൾ ആ റോസി ആന്റിയുടെ മതിൽ ചാടിയിട്ടില്ലേ? അപ്പോൾ ഒരു കല്ലിൽ നിങ്ങളുടെ തല അടിച്ചിട്ട് നിങ്ങൾ ബോധമില്ലാതായി പോയി. ആ കുഞ്ഞാമി, ഒരു ദിവസമായി നീ ഈ ഹോസ്പിറ്റൽ ബോധമില്ലാതെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ സ്വപ്നമായിരുന്നോ? എന്റെ സുലൈമാനിക്ക, എന്താ കുഞ്ഞാമി? ഞാൻ മരിച്ചിട്ടില്ല സുലൈമാനിക്ക, ഞാൻ മരിച്ചിട്ടില്ല. ആ കരടി എന്നെ വന്നിട്ട് കൊല്ലുമായിരുന്നു. അതിനു മുന്നേ ഞാനിങ്ങ് എഴുന്നേറ്റത് നന്നായി. എന്റെ പഠിച്ചോനി, ഇവൾക്ക് വട്ടായിന്നാ തോന്നുന്നത്. എടാ സുലൈമാനെ, ഇക്രു, നിങ്ങൾ രണ്ടുപേരും മരിച്ചിട്ടില്ലടാ. ഈ പെണ്ണുങ്ങൾക്ക് ശരിക്കും വട്ടായി. അതന്നെ, ഇതെന്തൊക്കെയാ പറയുന്നത്? ചിങ്കിച്ചിക്ക, ഹോയ് ഹോയ്, ചിങ്കിച്ചിക്ക, ഹോയ് ഹോയ്. എടാ, പോയി പോയി. എന്ത്? നിന്റെ ഏന്റിന്റെ ബുദ്ധിയെല്ലാം പോയി. എന്റെ കുഞ്ഞാമി, എനിക്കെന്നാ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല സുലൈമാനിക്ക, നോക്ക്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചിങ്കിച്ചിക്കിങ്. അങ്കിൾ, എടാ, അവളിത് എന്തൊക്കെയാ പറയുന്നത്? അറിയില്ല അങ്കിൾ. അങ്കിൾ ഒന്ന് ഡോക്ടറോട് കാര്യം പറ. ആ, അതാ നല്ലത്. ഞാൻ പോയിട്ട് ഡോക്ടറെ കാണട്ടെ. എന്നാലും ഇതെന്താ കുഞ്ഞാമിത്താക്ക് പറ്റിയത്? അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഇല്ല, നിനക്ക് മനസ്സിലായിനോ? എനിക്ക് മര്യാദയ്ക്ക് അറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് അവർ ഇത്രയും സമയം ഒരു വലിയ സ്വപ്നത്തിലായിരുന്നു എന്നാണ്. ഈ സ്വപ്നത്തിലോ? അതാണ് നീ മരിച്ച് അവന് മരിച്ചു എന്നൊക്കെ പറയുന്നത്. ഓ, അപ്പോൾ അതായിരിക്കും സംഭവം. നമ്മൾ എല്ലാവരും ഒരു വലിയ കാട്ടിൽ പെട്ടുപോയ സ്വപ്നമാണ് ഇത്രയും സമയം കുഞ്ഞാമിത്ത കണ്ടിരുന്നത്. ആ, ശരി, ഞാൻ പിന്നെ വിളിക്കാം. അയ്യോ, ഇത് റൂം 32-ലെ പേഷ്യന്റ് അല്ലേ? ഏയ്, ഹലോ, നിങ്ങളുടെ റൂം 32 ഒന്ന് പോട് ചേർക്ക അവിടുന്ന്. 32 റൂമും കൊണ്ട് ഞാൻ ഇതെന്താക്കുവാനാ? എനിക്കാകെ ഒരു റൂമാണുള്ളൂ, അതെന്റെ സുലൈമാനിക്കാന്റെ വീട്ടിലുണ്ട്. അതല്ല, നിങ്ങളുടെ റൂം നമ്പർ 32 എന്ന്. തനിക്കെന്താടോ വട്ടാണോ? ഈ റൂമിനൊക്കെ ആരെങ്കിലും നമ്പർ ഇടുമോ? അത് ഫോണിനല്ലേ ഇടുക, ഈ ഫോണിലല്ലേ വിളിക്കുക. ഈ റൂമിന് ആരാ നമ്പർ അടിച്ച് വിളിക്കുന്നത്? ഇതെന്ത് പെണ്ണുങ്ങളാ? അതല്ല ഞാൻ ചോദിച്ചത്. നീ ഒന്നും ചോദിക്കണ്ട. നീ എന്നാ ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായിക്കേ. ഇങ്ങനെ ഓരോന്ന് ചോദിച്ച് അവസാനം നീ എന്റെ ഫോൺ നമ്പറിനല്ലേ ചോദിക്കുന്നത്? ഇങ്ങനെ കാണാൻ മുഞ്ചുള്ള പെൺകുട്ടികളോടൊക്കെ ഫോൺ നമ്പർ ചോദിക്കാൻ തനിക്ക് ഉളുപ്പില്ലേ? ഞാനൊരു ഡോക്ടറാണ്. അതിന്? അതല്ല, ഞാൻ പരിശോധിക്കുന്ന രോഗികൾ ഓരോരോ റൂമിലാണുള്ളത്. ആ ഓരോരോ റൂമിനും ഓരോരോ നമ്പറാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ റൂമിന്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചത്. അതിന് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല എത്രയാ നമ്പർ എന്ന്. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ 32-ാം റൂമിലെ പേഷ്യന്റ് ആണെന്നാണ്. നിങ്ങൾ സുലൈമാൻ എന്ന് പറയുന്ന ആളുടെ വൈഫല്ലേ? അല്ല, അയാളുടെ ഭാര്യയാണ്. അത് തന്നെയാ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ 32-ാം റൂമിലെ പേഷ്യന്റ് തന്നെയാണ്. അല്ല, നിങ്ങൾ ഇത് എവിടത്തേക്കാണ് പോകുന്നത്? അപ്പോൾ നിങ്ങളാണോ എന്നെ ചികിത്സിച്ച ഡോക്ടർ? യെസ്, ഞാൻ തന്നെയാണ്. ഓഹോ, നിങ്ങളായിരുന്നുല്ലേ? അല്ല, നിങ്ങൾ ആരാണ് ആ റൂമിൽ നിന്നും പുറത്തിറക്കിയത്? ആരും ഇറക്കിയതല്ല ഡോക്ടറെ, എനക്ക് ചിരി സഹിക്കാൻ പറ്റിയിട്ട് ഞാൻ ഇങ്ങ് ഇറങ്ങി വന്നതാ. അതിന് മാത്രം എന്നാ ഇങ്ങനെ ചിരിക്കുവാനുള്ളത്? ഇതെന്ത് ചോദ്യാ ഡോക്ടറെ ചോദിക്കുന്നത്? ഡോക്ടർ ഇപ്പോൾ എന്നെ ഇവിടെ കാണുന്നില്ലേ? കാണുന്നുണ്ട്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാക്കിക്കൂടെ ഞാൻ ചത്തിട്ടില്ലാന്ന്? എന്ത്? ആ കരടി വരും മുന്നേ ഞാൻ ഇങ്ങ് എഴുന്നേറ്റിക്ക് ഡോക്ടറെ, അതുകൊണ്ട് ഞാൻ ചത്തിട്ടില്ല. ഇവർ ഇതെന്തൊക്കെയാ പറയുന്നത്? അല്ല, നിങ്ങൾ എങ്ങനെയാണ് ഈ ഹോസ്പിറ്റലിൽ എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിനോ? അതൊക്കെ സുലൈമാനിക്ക് എനിക്ക് പറഞ്ഞു തന്നിനി. ഞാൻ തലയടിച്ച് വീണത് കൊണ്ട് എനിക്ക് ബോധമില്ലാതെയാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന്. നിങ്ങൾ ഇത്രയും സമയം ഈ ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്? അല്ല, കാട്ടിലായിരുന്നു. ഹേയ്, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെങ്ങനെയാ താൻ പറയുക? ഞാനല്ലേ കാട്ടിലുണ്ടായിരുന്നത്, പിന്നെ താനെങ്ങനെയാണ് ഉറപ്പിച്ചിട്ട് ഹോസ്പിറ്റലിലുള്ളതെന്ന് പറയുന്നത്? അല്ല, നിങ്ങൾ ഇത് ആരെ കാര്യമാ പറയുന്നത്? അതെന്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു ഞാനില്ലേ, ആ എന്റെ കാര്യം തന്നെ. ഓ, സ്വപ്നത്തിലത്തെ കാര്യമായിരുന്നോ? അധികം ഇവരോട് സംസാരിക്കണ്ട, ചിലപ്പോൾ വട്ട് കേസായിരിക്കും. എന്റെ സ്വപ്നത്തിലുള്ള എല്ലാവരും ഓരോരു കാരണത്താൽ ചത്തുപോയിരുന്നു. അങ്ങനെ അവസാനമാണ് ആ കരടി വന്നത്. എന്നെ ആ കരടി പിടിച്ചു കൊല്ലാൻ പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഞാനിങ് എഴുന്നേറ്റു. പിന്നെ അല്ലേ മനസ്സിലായത് ഇതൊക്കെ സ്വപ്നമായിരുന്നു എന്ന്. ഓ, സുലൈമാൻ. സുലൈമാനിക്കാ?
എന്റെ സുലൈമാനിക്ക, ഞാൻ ആ സ്വപ്നത്തിന്റെ കാര്യം ഡോക്ടറോട് പറയുകയായിരുന്നു. എന്റെ അല്ലോ, അതാണ് ആലോചിച്ചിട്ട് ഇപ്പോഴും ചിരി നിർത്താനാകുന്നില്ല. ഹലോ സുലൈമാൻ. അല്ല സുലൈമാനെ, ഈ പെണ്ണുങ്ങൾ ശരിക്കും ഇങ്ങനെ തന്നെയാണോ? ഏകദേശം ഇങ്ങനെ തന്നെ, എന്നാലും ഇതിലും കുറച്ചും കൂടെ വ്യത്യാസമുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇപ്പോൾ കുറച്ച് ചിരി കൂടുതലായിട്ടുണ്ട്. തലക്കല്ലേ അടികൊണ്ടത്, ചിലപ്പോൾ ചെറിയ പ്രശ്നമുണ്ടാകും. എന്ത് പ്രശ്നം? നീ ടെൻഷൻ ആവണ്ട, അങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്. എന്താ ഡോക്ടറെ, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ 2 ദിവസം ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്ക്. എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഹേയ്, അത് വേണ്ട, അത് കുറച്ച് ദൂരെയല്ലേ. ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെയെങ്കിലും 2 ദിവസം റൂം എടുത്ത് മാറി നിൽക്ക്. റൂം എടുക്കുവാനോ? ഇതും ചികിത്സയുടെ ഒരു ഭാഗമാണ്. ചിലപ്പോൾ 2 ദിവസം മാറി നിന്നാൽ അവൾ നോർമലാകും. എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഡോക്ടർ, ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് അവളുടെ ഒരു ബന്ധുവിന്റെ വീടുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ 2 ദിവസം അവിടെ പോയി നിൽക്ക്. എന്നാൽ അങ്ങനെ ചെയ്യാം. അല്ല, അത് അവളുടെ അകന്ന ബന്ധുവാറ്റമാണോ? അവൾക്ക് ടെൻഷനാകുന്ന കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാകരുത്. അല്ല ഡോക്ടർ, അത് അവളുടെ സ്വന്തം സിസ്റ്ററുടെ വീടാണ്. ഓ, എന്നാൽ ഒരു പ്രശ്നവുമില്ല, അവിടെ തന്നെ നിൽക്കട്ടെ 2 ദിവസം. എന്നാൽ നടക്ക്, ഞാൻ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തരാം. എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ അവിടത്തേക്ക് മാറിക്കോ. ശരി ഡോക്ടർ. പിന്നൊരു കാര്യം, ഈ 2 ദിവസം അവളെ നന്നായി ശ്രദ്ധിക്കണം. അവൾക്ക് ടെൻഷനാകുന്ന കാര്യങ്ങളോ വേദനിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ഇല്ല ഡോക്ടർ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാം. എന്നാൽ വരൂ. എന്നാലെല്ലാം പറഞ്ഞതുപോലെ രമണി. കുഞ്ഞാമി, സമയത്തിന് മരുന്നൊക്കെ കഴിക്കണേ. അതൊക്കെ ഞാനങ്ങ് കഴിക്കും. എന്നാൽ ശരി, നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ. മമ്മി, അവരെവിടെയാ പോകുന്നത്? അത് കുഞ്ഞാമി 2 ദിവസം അവളുടെ സഹോദരിയുടെ വീട്ടിൽ പോയി താമസിക്കുന്ന. അതെന്തിനാ മമ്മി? അത് ഡോക്ടർ പറഞ്ഞതാണ് മോനെ, ഈ ഹോസ്പിറ്റലിന്റെ അടുത്ത് എവിടെയെങ്കിലും 2 ദിവസം താമസിക്കുവാൻ. അപ്പോൾ ഏന്റി ഈ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്? യെസ്, അയാം താമസിക്കാൻ, അയാം പോകുന്നു, അയാം ഹോസ്പിറ്റലിന്റെ അടുത്ത്. മമ്മി, എന്നാൽ ഞാനും പോകട്ടെ അവരുടെ കൂടെ? എന്ത്, നീയും പോകട്ടെ എന്നോ? മമ്മി, പ്ലീസ് മമ്മി, ഞാനും പോയിക്കോട്ടെ. ഹേയ്, വേണ്ട പ്ലീസ് മമ്മി. നിന്നോടല്ല ഡൈക്രു വേണ്ടാന്ന് പറഞ്ഞത്. ഹേയ്, അവൻ വന്നോട്ടെ രമണി. ഹേയ്, അത് വേണ്ട സുലൈമാനെ, അത് മോശമാണ്. എന്നാ മമ്മി പ്ലീസ്, നീ ഒന്ന് മിണ്ടാതിരുന്നേ. എന്താ രമണി, അവൻ വന്നോട്ടെ. അത് തന്നെ, അവൻ വന്നോട്ടെ രമണി. ഹേയ്, അത് വേണ്ട, അവൻ അവിടെ വന്നിട്ട് വല്ല വികൃതിയും കാണിക്കും. ഇല്ല മമ്മി പ്ലീസ്, ഞാൻ അടങ്ങിയിരിക്കും. വികൃതി കളിക്കാൻ അവൻ അവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് അവൻ അവിടെ അടങ്ങിയിരിക്കും. ആര് പറഞ്ഞു ഫ്രണ്ട്സ് ഇല്ലെന്ന്? ഉണ്ടോ? പിന്നല്ലാതെ, ആ സൽമാന്റെ വീട് അതിന്റെ അടുത്ത് തന്നെയല്ലേ? പറയും പോലെ അവന്റെ വീട് അതിന്റെ അടുത്ത് തന്നെയാണല്ലോ. ഏടാ ഇക്രു, വെറുതെ അല്ല നീ വാശി പിടിക്കുന്നതില്ലേ. പ്ലീസ് അങ്കിൾ, ഒന്ന് എന്നെയും കൂടെ കൂട്ട്. രമണി, എന്തായാലും സാരമില്ല, അവൻ ഞങ്ങളുടെ കൂടെ വരട്ടെ. അല്ല സുലൈമാനെ, അത് പിന്നെ. നീ ഒന്നും പറയണ്ട, അവൻ വന്നോട്ടെ. ജയിച്ചു. പരീക്ഷക്കാ അത് തോറ്റു. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ വല്ല കുരുത്തക്കേടും കളിച്ചിരിക്കുന്നത് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിനക്കറിയാലോ. ഇല്ല മമ്മി, ഞാൻ ഒരു കുരുത്തക്കേടും കളിക്കില്ല. നീ പേടിക്കണ്ട രമണി, ഞാനില്ലേ. അതുകൊണ്ട് തന്നെ അവൾ പേടിക്കുന്നത്. എന്നാ ശരി, നീ പോട്. അല്ല, അപ്പോൾ നിന്റെ സ്കൂളിലൊന്നും പോകണ്ടേ? നാളെ സൺഡേ അല്ലേ മമ്മി? സൺഡേ ആരെങ്കിലും സ്കൂളിൽ പോകുമോ? അതും കൂടെ അറിയില്ല ഈ രമണിക്ക്. അല്ല, നിനക്കറിയാമോ? എനിക്കറിയാം. എന്നാ പറ, സൺഡേ എന്ന് പറഞ്ഞാൽ എന്നാ? ഈ സുലൈമാനിക്കാന്റെ ഓരോരു ചോദ്യം. ഈ സൺ എന്ന് വെച്ചാൽ എന്നാ സുലൈമാനിക്ക? സൂര്യൻ. ഈ ഡേ എന്ന് വെച്ചാൽ എന്നാ? ഡേ എന്ന് വെച്ചാൽ ദിവസം. അപ്പോൾ സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യ ദിവസം. അതായത് നാളെ സൂര്യഗ്രഹണമാണ്, അതുകൊണ്ട് സ്കൂളില്ലാന്ന്. എന്റെ കുഞ്ഞാമി, എന്താ സുലൈമാനിക്ക? നീ ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നും സംസാരിക്കരുതേ. അതെന്താ സുലൈമാനിക്ക? വേറൊന്നും കൊണ്ടല്ല, നിന്റെ മണ്ടത്തരം കൊണ്ടെന്നെ. അതിന് ഞാൻ മണ്ടത്തരമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ പൊട്ടത്തരമാ പറഞ്ഞിട്ടുള്ളൂ. മോനെ ഇക്രു, നീ നിന്റെ ഏന്റിയുടെ മണ്ടത്തരം കേട്ടൊന്നും പഠിക്കണ്ടേ? ഇല്ല അങ്കിൾ, ഇതുപോലത്തെ മണ്ടത്തരമൊന്നും ഞാൻ പഠിക്കില്ല. അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തെങ്കിലും ആകട്ടെ. എന്നാൽ രമണി, നീ വീട്ടിലേക്ക് വിട്ടോ. നിങ്ങൾ എങ്ങനെ പോവുക? ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് അതിൽ പോകും.
ഹായ്, എന്നാൽ വേഗം വാ അങ്കിൾ, നമുക്ക് പോകാം. ചെറുക്കന് തിരക്കായി. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. എന്നാൽ ശരി, ഞാൻ പോവുകയാണ്. ഡായ്ക്രൂ, എല്ലാം പറഞ്ഞത് ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട് മമ്മി. പിന്നെയും പിന്നെയും പറഞ്ഞോണ്ട് നിൽക്കണ്ട. നീ എന്തിനാടി ഇടക്കിടക്കിടക്കിടക്ക് ഇങ്ങനെ കിക്കി 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 എന്ന് പറയുന്നത്? എന്റെ അല്ലോ, ഇവളോടാ ഞാൻ പറഞ്ഞത്. അതിലും നല്ലത് ബായും പൂട്ടി നിൽക്കുന്നതാ. എന്നാൽ ശരി, വാ അങ്കിൾ, ഇനി നമുക്ക് പോകാം. നീയും ഗോ, ഞാനും ഗോ, സുലൈമാനിക്കും ഗോ. അവിടുന്ന് പശു ചിരിക്കും പോലെ ചിരിക്കാണെങ്കിൽ നടക്ക് പോത്തെ. എന്നാൽ ഓക്കെ, താൻ വിട്ടോ. ഓനെത്രയാ സുലൈമാനിക്ക പൈസ വാങ്ങിയത്? 50 രൂപ അങ്ങ് വാങ്ങിക്കവൻ. ആ, എന്റെ പഠിച്ചുനീ, താരക്കാ വരുന്നത്? എടി കുഞ്ഞമ്മി, കുഞ്ഞിപ്പാത്ത. അല്ലപ്പാ, നിന്നെ ഇത് എത്ര കാലായിപ്പ കണ്ടിട്ട്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. അടിയാ. ആ, എടാ ഇക്രു, നിനക്ക് ഇതാരാണെന്ന് മനസ്സിലായിനോ? ഇതാണ് കുഞ്ഞാമിയുടെ സഹോദരി കുഞ്ഞിപ്പാത്തു. എനിക്കറിയാം അങ്കിൾ. അല്ലെങ്കിൽ തന്നെ അവരെ കണ്ടാൽ മനസ്സിലാകുന്നില്ലേ? രണ്ടുപേരും ഒരുപോലെയുണ്ട്. എന്നാൽ വാപ്പാ, വീട്ടിൽ കയറി നീ ഇന്ന് ചോറ് വെച്ചിട്ടാ പോകണ്ടു. അതിനാര് പോകുന്നു? ഞാൻ ഇവിടെ 2 ദിവസത്തേക്ക് താമസിക്കാൻ വന്നതല്ലേ. 2 ദിവസത്തേക്ക് താമസിക്കാൻ വന്നതാ? കുഞ്ഞിപ്പാത്തോ, ഇവളി 2 ദിവസം ഇവിടെ ഉണ്ടാകും. ആണോ സുലൈമാനെ? അല്ല, ഇവളെന്തിനാ 2 ദിവസത്തേക്ക് വന്നത്? അതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരാം. അല്ലപ്പാ, ഇതാരാ നിങ്ങളുടെ കൂടെയുള്ളൊരു ചെറുക്കന്? അതാ, അത് ഇക്രു. ഏത് പക്രു? പക്രു അല്ലടി, ഇക്രു, നമ്മുടെ രമണിയുടെ മകൻ. ഓ ആണപ്പാ, അവനങ്ങ് വലുതായി പോയല്ലോ. ഹായ് ആന്റി. ഹായ്. ഇങ്ങളോടല്ല. ഹായ് ആന്റി, ഞാൻ ഇക്രു. എന്നാ ബാമോനെ ഇക്രു, നമുക്ക് ഭക്ഷണം കഴിക്കാലാ. എന്നാ പിന്നെ എല്ലാരും അങ്ങ് നടക്കേ. അതന്നെപ്പാ. നല്ല ബിറ്റുണ്ട് ഈ ഫോട്ടോ കാണാൻ. എന്റെ പഠിച്ചോനെ, ഈ പെണ്ണിന് ഇതിപ്പോൾ ശരിക്കും പട്ടാണോ? ഇങ്ങനെയാണ് കുഞ്ഞിപ്പാത്തു കാര്യങ്ങള്. അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ? അതുകൊണ്ടാണ് ഡോക്ടർ 2 ദിവസം കൂടി ഇവളെ ശ്രദ്ധിക്കുവാൻ പറഞ്ഞത്. ഇങ്ങനെയാണെങ്കിൽ ഇവളെ ഇപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണമല്ലോ. നല്ലോണം ശ്രദ്ധിക്കണം. അവൾക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നീ ഉണ്ടാക്കരുത്. ആണോ? എന്നാൽ ഞാൻ നല്ലോണം ശ്രദ്ധിച്ചോളാം. പക്ഷേ എനിക്ക് എത്ര ശ്രദ്ധിച്ചിട്ട് മനസ്സിലാകുന്നില്ല. എന്ത്? അല്ല അങ്കിൾ, ഇവരുടെ മുഖത്തുള്ള ഈ കറുത്ത കുത്തല്ലാതെ ഇവർ തമ്മിൽ വേറൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ലല്ലോ. നീ കണ്ടിട്ടില്ല ഡൈക്രൂ? ഇല്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ, ഉണ്ടടാ. എന്ത് വ്യത്യാസം? ഞാനൊന്നും കാണുന്നില്ലല്ലോ. അതെ, വ്യത്യാസം ഞാനും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? ഇല്ല കുഞ്ഞാമി, ഞാൻ കണ്ടിട്ടില്ല. വേറെന്ത് വ്യത്യാസമാ നിങ്ങൾ തമ്മിലുള്ളത്? നിങ്ങൾ ഇതൊന്ന് നോക്കിയേ. ആ, കണ്ടോ? എന്ത് കണ്ടോന്ന്? നിങ്ങൾ ഇങ്ങനെ വായുമ്പോൾ നിന്നതല്ലേ? അതന്നെ, നീ എന്തിനാടി വായുമ്പോൾ നിന്നത്? മണ്ടന്മാർ, അപ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ലേ? നീ എന്താടി കുഞ്ഞാമി പറയുന്നത്? എന്റെ സുലൈമാനിക്ക, എന്റെ വായിൽ 2 പല്ലില്ല. അതുകൊണ്ടെന്താ കുഞ്ഞാമി? അത് തന്നെയാ സുലൈമാനിക്ക ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്റെ വായിൽ 2 പല്ലില്ല, പക്ഷെ എനക്കില്ലാത്ത ആ 2 പല്ലും അവളുടെ വായിലുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? ഒന്നും ശ്രദ്ധിക്കൂല ഈ സുലൈമാനിക്ക. എന്റെ പഠിച്ചോനി, ഇവൾക്ക് ശരിക്കും പട്ടു തന്നെയാ. ഇവളെ ഞാൻ 2 ദിവസം ഇതെങ്ങനെ സഹിക്കാനാപ്പാ? അങ്ങനെയാണില്ലേ കുഞ്ഞാമി? അങ്ങനെ തന്നെയാ സുലൈമാനിക്ക. അവൾ പറയുന്നത് എന്തും തൽക്കാലം ഇപ്പോൾ സമ്മതിച്ചു കൊടുക്കാം. അവൾക്ക് സങ്കടമാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. നിങ്ങളെന്നാ സുലൈമാനിക്ക പെറുപെറുക്കുന്നത്? ഒന്നുമില്ല കുഞ്ഞാമി. എന്നാ കുഞ്ഞിപ്പാത്തു, ഇനി ചോറങ്ങെടുക്ക്. എല്ലാരും വരി, ചോറ് തിന്നിട്ടാകാം ബാക്കി പരിപാടികൾ. അല്ല സുലൈമാനെ, അവളെന്താപ്പാ ഇങ്ങനെ ചിരിക്കുന്നത്? അവൾക്ക് ശരിക്കും പട്ട് തന്നെയാണോ? വട്ടൊന്നുമില്ലടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളൊരു സ്വപ്നം കണ്ട കാര്യം. ആ സ്വപ്നത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കൊണ്ടുള്ള സന്തോഷമാണ് അവളുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു.
അയ്യോ അങ്കിൾ, എന്താടാ? അങ്കിൾ ഇത് ഏന്റി തന്നെയാണ്. നിങ്ങൾ പറയുന്ന കുഞ്ഞി പാത്തു അല്ല. നീ എന്താടാ ഈ പറയുന്നത്? അങ്കിൾ അത് നോക്ക്, അവരുടെ മുഖത്ത് ആ കറുത്ത കുത്ത് കാണുന്നില്ല. അതാണോ നിന്റെ പ്രശ്നോ? എടി കുഞ്ഞിപ്പാത്തുവോ, നീ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. അയ്യോ, ഇപ്പോൾ ആ കുത്ത് വന്നേ. എടാ പൊട്ട, ആ കുത്ത് നേരത്തെ അവിടെ തന്നെയുണ്ട്. അവൾ തിരിഞ്ഞു നിന്നപ്പോൾ അത് മറഞ്ഞത് കൊണ്ട് നിനക്ക് മനസ്സിലാക്കേറ്റാണ്. ഇവൻ വിചാരിച്ചത് ഞാൻ കുഞ്ഞാമിയാണെന്നാ? അവൻ അങ്ങനെയാ കരുതിയത്. എന്താടാ പക്രു നീ കളിക്കുന്നത്? പക്രു അല്ല, ഇക്രു. ആപ്പാ ബാ ബാ, ചോറ് ബേക്ക. നീ വാടാ ഇക്രു, നമുക്ക് ഭക്ഷണം കഴിക്കാം. കാണുന്നില്ലല്ലോ. എന്താടാ ഇക്രു നീ ഇങ്ങനെ നോക്കുന്നത്? അത് സൽമാൻ വരുന്നുണ്ടോന്ന് നോക്കുകയാ ഞാൻ. സൽമാനെയോ? അതിന് സൽമാന് നീ ഇവിടെയാണുള്ളതെന്ന കാര്യം അറിയാമോ? അറിയാമോ എന്നോ? അവനത് നേരത്തെ സൽമാനെ വിളിച്ചു പറഞ്ഞിനി. ഓ, അപ്പോൾ വെറുതെ അല്ല അവൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. എടാ ഇക്രു, സൽമാൻ വരുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അവനും നീയും കൂടെ ചേർന്ന് വല്ല കുരുത്തക്കേടും ഒപ്പിച്ചാൽ ആ സമയം നിന്നെ ഞാൻ ഇവിടെ നിന്നും പറഞ്ഞേക്കും. മനസ്സിലായോ? ആ അങ്കിൾ, ഞങ്ങൾ ഒരു കുരുത്തക്കേടും കളിക്കില്ല. കളിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്കിൾ, സൽമാൻ വന്നു. വന്നോ? ഡാ സൽമാനെ, വാ വാ കയറി. ഹേയ്, കയറുന്നൊന്നുമില്ല. ഞാൻ പിന്നെ ഇവൻ വിളിച്ചപ്പോൾ വെറുതെ വന്നതാണ്. ഡാ കയറടാ. എവിടെ? അത് കുഞ്ഞി പാത്തു വെച്ചതായിരിക്കും. എന്ത് കയറ് തന്നെ? നീയല്ല അവന്റെ കയറുണ്ടെന്ന് പറഞ്ഞത്. ഓ എന്റെ ഏന്റി, ഞാൻ കയറുണ്ട് എന്നല്ല പറഞ്ഞത്. ആ സൽമാന്റെ വീട്ടിലേക്ക് കയറാൻ പറഞ്ഞതാ. അങ്ങനെയേനു? എന്താ സുലൈമാനിക്ക് അങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. അവൻ കയറുള്ള കാര്യമല്ല പറഞ്ഞത്, ആ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കയറി വന. അതിന് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. നീ തന്നെയല്ലേ ഓരോരു മണ്ടത്തരം വിചാരിച്ചത്. രണ്ടുപേരും എന്നാ കുശി കുശി പറയുന്നത്? അത് പിന്നെ അങ്കിൾ. എന്താ? അത് അങ്കിൾ, ഞങ്ങൾ കളിക്കുവാൻ പോയിക്കോട്ടെ. ഹോ, അതാണോ ഇങ്ങനെ കുശ് 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 എന്ന് പറയുന്നത്? പ്ലീസ് അങ്കിൾ, ഞാൻ വേഗം വരും. വേണ്ട വേണ്ട, പുറത്ത് നല്ല വെയിലും ചൂടുമുണ്ട്. പ്ലീസ് അങ്കിൾ, ഞങ്ങൾ തണലത്തിരുന്ന് കളിച്ചോളാം. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. എന്നാൽ പോയി കളിച്ചോ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ ഈ സുലൈമാനിക്ക് എന്താ കളിച്ചോന്ന് പറഞ്ഞത്? ശശിയായി. എടാ, എന്നെ അങ്കിൾ കളിക്കാൻ വിട്ടു. എന്നാ വാ, നമുക്ക് കളിക്കാം. അല്ല, നിക്ക് നിക്ക്, ഞാനുമുണ്ട്. എവിടത്തേക്ക്? കളിക്കാൻ തന്നെ, ഞാനും കളിക്കാൻ പോകുന്ന. അയ്യോ, കളിക്കാനുള്ള ഒരു പ്രായം കുഞ്ഞും ബാവയാന്ന വിചാരം. എന്റെ കുഞ്ഞാമി, നീ ഇപ്പോൾ എവിടെയാ ഉള്ളത്? കുഞ്ഞിപ്പാത്തുവിന്റെ വീട്ടില്. എന്നാ പിന്നെ കുഞ്ഞിപ്പാത്തുവിന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞും ഭർത്താനും പറഞ്ഞിരിക്കെ. അല്ലാണ്ട് കുഞ്ഞി പിള്ളേറെ ബേക്ക് തന്നെ പോകാൻ നിൽക്കല്ല. നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകില്ലേ കുഞ്ഞാമ്മി? അതുകൊണ്ട് കിട്ടിയ സമയം നീ ആ കുഞ്ഞിപ്പാത്തുവിനോട് വല്ലതും പറഞ്ഞിവിടെ ഇരിക്കെ. ഒന്നുമില്ലെങ്കിലും നിന്റെ സഹോദരിയല്ല അവൾ. നിനക്ക് അവളോട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ടാകില്ലേ? എന്നാൽ പോട്, നീ ഈ പിള്ളേരുടെ പിറകിൽ നടക്കാണ്ട് അങ്ങ് അകത്തേക്ക് പോട്. എന്നാൽ ഞാൻ പോയിട്ട് കുഞ്ഞിപ്പാത്തുവിനോട് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കട്ടെ. അതാ നല്ലത്. അവളോട് പോയിട്ട് വല്ലതും മിണ്ടിയും പറഞ്ഞിരിക്കെ. എടി കുഞ്ഞിപ്പാത്തുവോ, ഇങ്ങനക്ക് പണ്ടൊരു 50 ഉറുപ്പിക തരാനില്ലേ? അതെന്താ നീ തരാത്തത്? എന്റെ പടച്ചോനെ, ഇവൾ പ്രശ്നം ഉണ്ടാക്കാനാ പോകുന്നത്. കുഞ്ഞാമിയെ പോല പോല. അപ്പോൾ ശരിക്കും വട്ട് തന്നെയാണോ നിന്റെ ഏന്റിക്ക്? വട്ടൊന്നുമില്ലടാ, വെറുതെ ഡോക്ടർ 2 ദിവസത്തേക്കൊന്ന് നോക്കുവാൻ ഇവിടെ നിൽപ്പിച്ചതാണ്. അല്ല, എന്നാൽ നീ ഇന്ന് എന്റെ വീട്ടിൽ താമസിക്കുവാൻ വരുന്നോ? നല്ല കഥ. ഈ വീട്ടിൽ തന്നെ എന്റെ മമ്മി താമസിക്കാൻ വിട്ടില്ല, പിന്നെ കാല് പിടിച്ചത് കൊണ്ട് വിട്ടതാണ്. എന്നാലും നീ ഒന്ന് ചോദിച്ചു നോക്ക്, ചിലപ്പോൾ നിന്റെ അങ്കിൾ വിടും. നീ ഒന്ന് പോടാ വിടുന്നേ. ഞാൻ ചോദിക്കുകയൊന്നുമില്ല, എന്തായാലും അങ്കിൾ വിടില്ല. നോക്കടാ, ഒരു പാവപ്പെട്ട ചെറുക്കൻ. പാവം, കീറിയ ബനിയനാണ് ധരിച്ചത്. നീ ഇവനെ കൊണ്ടാണ് പാവപ്പെട്ടതെന്ന് പറഞ്ഞത്? നിനക്ക് അവൻ ആരാണെന്ന് മനസ്സിലായിനാ? നിന്നോട് ഞാൻ എപ്പോഴും സ്കൂളിൽ നിന്ന് പറയാറില്ലേ ഒരു ഷിബുവിനെ പറ്റി? ഏത്? ആ കുരുത്തം കെട്ട ഷിബുവോ? അവൻ തന്നെയാണിത്. എന്നിട്ട് ഇവനെന്താടാ ഇങ്ങനെ ഒരു കീറിയ ഡ്രസ്സും ഇട്ട് നടക്കുന്നത്? എടാ പൊട്ട, അവൻ അത് കീറിയ ഡ്രസ് ഇട്ടതല്ല, അവൻ മോഡലാക്കി ഇട്ടതാണ്. മോഡലാ? ഇതെന്ത് മോഡലാ? അത് തന്നെ അവന്റെ
കളി എല്ലാവരെ കൊണ്ട് പറയിപ്പിച്ച് നടക്കുകയും കുരുത്തക്കേടും. നീ വിചാരിക്കും പോലെ ചെറിയ കുരുത്തക്കേടൊന്നുമല്ല അവന്റെ അടുത്തുള്ളത്. എടാ സൽമാനെ, എന്താ നീ എന്താടാ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ചുമ്മാ വെറുതെ ഒന്ന് ഇരിക്കാൻ വന്നതാണ്. എന്നാൽ എഴുന്നേൽക്ക്, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. ആഹാ, എഴുന്നേൽക്കുവാനോ? അതിന് ഞങ്ങളല്ലേ ഇവിടെ ആദ്യം ഇരുന്നത്. അതിനെന്താ, നിങ്ങൾ ഇത്രയും സമയം ഇരുന്നില്ലേ? ഇനി ഞാൻ ഇരിക്കട്ടെ. ആഹാ, നിനക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ ഇതാ അവിടെങ്ങാനും ഇരുന്നോ. ഡാ, നിന്നോട് മര്യാദയ്ക്ക് എഴുന്നേൽക്കുവാനാ പറഞ്ഞത്. ഡാ സൽമാനെ, വാ നമുക്ക് എഴുന്നേൽക്കാം. നീ ഒന്ന് മിണ്ടാതിരുന്നേ. ഇവൻ എന്തിനു നമ്മൾ പേടിക്കണം? സൽമാനെ, നിന്റോടാണ് ഞാൻ പറയുന്നത്. ഡാ ഷിബു, നീ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട. നിനക്ക് ഈ ഷിബു ആരാണെന്നറിയാലോ. മര്യാദയ്ക്ക് ഇവിടെ നിന്നും എഴുന്നേറ്റോ. ഒന്ന് പോടാ അവിടുന്ന്. ഒന്ന് പോടേ. നിനക്ക് അവൻ കൂടെയുള്ള ധൈര്യമായിരിക്കും ഇതിലേ. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ഈ ഷിബു ഇപ്പോൾ വരും. നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. അവരിതെവിടെയാ പോയത്? നമ്മളെ പേടിപ്പിക്കുവാൻ വല്ല ആയുധവും എടുക്കാൻ പോയതായിരിക്കും. ആയുധമോ?